ഞാനാണല്ലോ. അതിന്റെ ഒരു പെറോഗേറ്റീവ് എനിക്ക് തന്നെയാ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി അസോസിയേഷൻ രൂപീകരിക്കലും അതിന്റെ ഭാരവാഹിയാകലൊക്കെ താങ്കൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എന്നെ അതിലേക്ക് വലിച്ചെടുക്കേണ്ട. ഇപ്പൊ 90 ദിവസത്തിനുള്ളിൽ 100 കണക്കിന് യു ടേണുകൾ കാണുമ്പോ, അതുപോലെ ഓരോ ദിവസം പറയുന്ന നുണ നിമിഷങ്ങൾക്കകം പൊളിച്ചടക്ക് നടത്തുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ അസോസിയേഷന്റെ പിന്തുണയൊക്കെ വേണ്ടി വരും. ഞങ്ങൾക്ക് അത് വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ നമസ്കാരം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷ അനുഭവമുള്ള ഒരു മനുഷ്യൻ ഇവിടെ പൂക്കികളെയും പൂക്കികളുടെ കൂട്ടത്തിലുള്ള പൂക്കിത്തരങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്ന് ചാനൽ ചർച്ചകളിൽ ഇരിക്കുന്നവരെയും, അതേപോലെ തന്നെ സതീശനാദികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സ്മൃതി പരുത്തിക്കുരുവിനെയും ഒക്കെ വലിച്ചു കീറുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. സ്മൃതി ഈ ഒരു വലതുപക്ഷം വിജയത്തിൽ വന്നപ്പോൾ തൂക്കി ത്രിവർണ്ണ പതാകകളാലെയോ തൂക്കി ത്രിവർണ്ണ കരങ്ങളാലെയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടിന് വലിയ സ്റ്റെപ്പ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. പിന്നീട് അതിനുശേഷം ഇവിടുത്തെ ജനങ്ങളെ ഒന്നൊന്നായിട്ട് ദ്രോഹിക്കുന്ന ജനകീയ സർക്കാരെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവന്മാരെ അതിരൂക്ഷമായിട്ട് വിമർശിക്കാനും സ്മൃതിക്ക് നിർബന്ധപൂർവം മുന്നിലേക്ക് വരേണ്ടി വന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു മാധ്യമ പ്രവർത്തകയുടെ ധർമ്മമാണെന്ന് മനസ്സിലാക്കിയ സ്മൃതി വീണ്ടും സതീശനാദികൾക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റിങ്ങുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിളിച്ചു കൊണ്ടുവന്നിരുത്തിക്കൊണ്ടൊരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺഗ്രസിന്റെ അനുഭവമുള്ളവരെയല്ല, കമ്മ്യൂണിസ്റ്റിന്റെ അനുഭവമുള്ള ആളുകളെ പറ്റി അപവാദങ്ങളും അപരാധങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ കുറച്ച് ബൂസ്റ്റിംഗ് ഒക്കെ കയറ്റി UDFനെ അങ്ങ് ന്യായീകരിച്ച് വേറെ തലങ്ങളിൽ കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങളിൽ അരുൺകുമാർ ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന സ്മൃതി പരുത്തിക്കുരു എന്ന് പറയുന്ന സതീശനാദികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവളെ വലിച്ചു കീറുന്ന ഒരു കാഴ്ച കൂടി നിങ്ങൾ കാണുന്നു കേട്ടോ. സ്മൃതി എന്തോ വലിയ രീതിയിൽ വിഴിഞ്ഞം പദ്ധതി, നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു ധാർഷ്ട്യം കൊണ്ടും കർക്കശ സ്വഭാവം കൊണ്ടും ഏകഛത്രാധിപതി ചമഞ്ഞിരിക്കുന്നത് കൊണ്ടും മാത്രം സാധ്യമായതാണെന്നും കേരളത്തിലെ ഏറ്റവും നല്ലൊരു മികച്ച പദ്ധതി അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പദ്ധതി തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയുടെ മുഖമുദ്ര തന്നെ മാറ്റാനായിട്ട് പ്രധാന പങ്ക് വഹിച്ച ഒരു പദ്ധതി, ആ പദ്ധതിയെ ഇന്ന് ഇത്രയും വലിയ രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പലരും വന്ന് പറയുന്നുണ്ട് കേട്ടോ, ഉമ്മൻചാണ്ടി വന്ന് കല്ലിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായത്, ഉമ്മൻചാണ്ടിയാണല്ലോ തുടക്കക്കാർ, അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ പിന്തുടർച്ചക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സതീശനാദികൾ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ശരിക്കും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യനോട് ഒരുപാട് ബഹുമാനമുള്ള ഒരാൾ തന്നെയാണ് ഞാനും. ഒരിക്കലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യന്റെ അയാളുടെ ആത്മാവിനെ കളിയാക്കലോ അല്ലെ ആ ഒരു വ്യക്തിയെ കളിയാക്കാനോ ഒന്നുമല്ല ഞാൻ വരുന്നത്. പക്ഷേ ഇവരുടെ കൂട്ടത്തിലുള്ള അടിമകളുടെ ഇമാതിരിയുള്ള പറച്ചിൽ കാണുമ്പോൾ ആ മനുഷ്യനെ പോലും നമ്മൾ സ്മരിക്കേണ്ടി വരും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യന്റെ കിഡ്നി സ്റ്റോണിന് ഇത്രയും പവർ ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നത് പോലെ നമ്മളും ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി 2016 മുൻപ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് കല്ലിട്ടിട്ട് പോയി. ആ കല്ലിന് മുകളിൽ ഈ പറയുന്ന സിമന്റും കട്ടകളും കമ്പികളും ഒക്കെ വെച്ചുകൊണ്ട് കെട്ടിട സമുച്ചയങ്ങൾ പണിതുയർത്തതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത്. അയാൾ ശരിക്കും അവിടത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ കൊങ്ങി സഹോദരങ്ങൾ പറയുന്നത്. എൻ്റെ പൊന്നടിമകളെ, അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ ഏകാധിപതിയെന്നും ഏകഛത്രാധിപതിയെന്നും കർക്കശ സ്വഭാവക്കാരനെന്നും ചിരിക്കാത്തവനെന്നും ഒക്കെ വിളിക്കുന്ന പിണറായി വിജയൻ, അല്ലെങ്കിൽ നിങ്ങൾ കാരണഭൂതനെന്ന് പേരിട്ട് വിളിക്കുന്ന പിണറായി വിജയൻ, അയാളുടെ ആ ഒരു സ്വഭാവം കൊണ്ട് മാത്രം ഇന്ന് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്, അല്ലെങ്കിൽ സാധ്യമായിരിക്കുകയാണ്. അവിടെ പോയിട്ട് അതിലും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്ന നിന്റെയൊക്കെ ആ ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു മനോവൈകല്യം എന്ന് തന്നെ എനിക്ക് വിളിക്കാനുള്ളൂ കേട്ടോ. കുമ്മനം രാജശേഖരനെ പറ്റി എല്ലാവരും അറിയുന്നത് എങ്ങനെയാണ്? കുമ്മനടി. എവിടെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അതിനിടയ്ക്ക് ഇങ്ങനെ തലയും കൊണ്ട് പോയി നിൽക്കും ഫോട്ടോയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു കുമ്മനടി. ഒന്നും ചെയ്യാതെ ഏറ്റവും അവസാനം ഫോട്ടോ എടുക്കുന്ന സമയമാകുമ്പോൾ മുന്നിൽ പോയി നിൽക്കും സാരം എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും അവരുടെ പാർട്ടിയും ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളുടെ ആൾക്കാരാണ് ചെയ്തത്, ഞങ്ങൾക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ടത്, ഞങ്ങളിതെല്ലാം അടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. എന്തൊക്കെ അവസ്ഥാന്തരങ്ങൾ കണ്ടാൽ പറ്റും. എന്തായാലും സ്മൃതിയെ അരുൺകുമാർ വലിച്ചു കീറുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചത്. ഒന്ന് കണ്ടുപിടിക്കാം. ചില ക്ലാരിറ്റി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് വിളിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നിരവധി പരിപാടികൾ ഉണ്ട് എന്നതുകൊണ്ട് ഈ ദിവസം ചൊവ്വാഴ്ച രാവിലെ അവൈലബിൾ അല്ല എന്ന് ആ സമയത്ത് തന്നെ അറിയിച്ചതാണ്. ഒരു തരത്തിലും ഈ പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ ഈ പദ്ധതിക്കൊപ്പം തന്നെയാണ്, ഞങ്ങളാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ ചോദിച്ചു ഉളുപ്പുള്ളത് കൊണ്ടാണെന്ന്. എന്താണ് LDFന്റെ റോൾ എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ പറയാം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് എപ്പോ പറയണമെന്ന് എന്റെ പ്രൊറോഗേറ്റീവ് ആണ്. അത് താങ്കൾക്കോ പ്രതിനിധികളല്ല നിശ്ചയിക്കുന്നത്, ഞാനാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചു, ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടപെട്ടില്ല.
10 കൊല്ലം ഭരിച്ച LDF-ന് എന്താണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോളെന്ന് ഇത് ചോദിക്കണമെങ്കിൽ ഒരു അസാമാന്യമായ തൊലിക്കെട്ടി വേണം. എന്റെ സുഹൃത്ത് രാജു പി നായറിന് ഇത്ര അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി ഉണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിന് മുന്നിൽ നമിക്കുന്നു, പൂർവാധികം ഞാൻ നമിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ, കല്ലിട്ട് പോയപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? പിണറായി വിജയ, നീ ഈ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് പ്രസംഗിച്ചത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരനാ. അതുപോലെ VD സതീശൻ എന്താ പറഞ്ഞതെന്നറിയോ? തീരശോഷണം വരും, അതുകൊണ്ട് നാട് തകരും, അതുകൊണ്ട് ഞങ്ങൾ സമരക്കാർക്കൊപ്പമാണ്, ഈ പദ്ധതി നിർത്തിവെക്കണം എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. രണ്ടാം വിമോചന സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് കെ സുധാകരൻ പ്രസംഗിച്ചു, ദേ നിർത്തിവെക്ക്. അന്ന് പിണറായി വിജയൻ എന്താ പറഞ്ഞേ? പദ്ധതി നിർത്തിവെക്കുന്നത് ഒഴികെയുള്ള ഏതു വിഷയവും ചർച്ച ചെയ്യാം. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസുകാരെ നിരവധി തല്ലി വീഴ്ത്തി. യൂജിൻ പെരേര, ഒരു സമുദായ നേതാവ് പറഞ്ഞില്ലേ, പിണറായി വിജയ നിന്നെ ഞങ്ങൾ കണ്ണൂർക്ക് കെട്ടുകെട്ടിക്കും. പദ്ധതിയുമായി സ്വധൈര്യം മുന്നോട്ട് പോയി കൃത്യമായി പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ചതാണ് LDF സർക്കാർ. അന്ന് നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞേ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ? ക്രെയിൻ വരുന്നു, ക്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവില്ല, എന്റെ മറ്റേ ആരെങ്കിലും പോകുന്നു പറഞ്ഞ് പ്രസംഗിച്ചു. ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഒന്ന് പറഞ്ഞല്ലോ, പ്രസംഗിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിച്ചിട്ടുണ്ടോ? രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടന സമയത്താണ് അദ്ദേഹം ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിന്നു. അന്നും കിട്ടിയ അവസരത്തിലെല്ലാം ഈ പദ്ധതിക്ക് അള്ളുവെക്കുന്ന സമീപനമാണ് കാണിച്ചത്. കണ്ടില്ലേ, സതീശന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന, സതീശന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാ എണ്ണത്തിൻ്റെയും അണ്ണാക്കിലും അന്നനാളത്തിലും അരുൺകുമാർ നിറയൊഴിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോകുന്നതിൽ വലിയ അസഹിഷ്ണുത ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളൊരു കാര്യത്തിലും ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതൊന്നും അറിയാതെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഏതോ അടിമകൾ ഇടുന്ന പോസ്റ്റുകളും എടുത്തുകൊണ്ട് അതൊക്കെ ഒരു പത്ര ഹെഡിങ് ആക്കിക്കൊണ്ട് ഏതോ വലതുപക്ഷ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോസും കണ്ടുകൊണ്ട് വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന കുറേ അധികം അടിമകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾ എത്ര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ മോശക്കാരും, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരും ഒക്കെ ആവും. നമുക്കൊന്നും അറിയില്ല എന്നുള്ള പരാമർശമായിട്ട് ഇവന്മാരൊക്കെ ഇറങ്ങും. ശരിക്കും എന്താണെന്ന് ഇതിൻ്റെ ബേസിക് എന്ന് പോലും അറിയാത്തവന്മാരാണ് ഈ വർത്തമാനം കൊണ്ട് വരുന്നതെന്ന് ഓർക്കണം കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് അടിമയാക്കാനും നമ്മളെ അങ്ങ് എന്താ പറയുക കോമാളിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കോമാളി അല്ലെങ്കിൽ കോമരങ്ങളാണ് ഇവന്മാരെന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കും കാണില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിൽ സ്മൃതി എന്തോ വലിയ രീതിയിൽ അങ്ങ് മെഴുകാൻ നോക്കിയതാണ്, പക്ഷേ ശരിക്കും അടപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വാർത്തയും കൂടിയുണ്ട്, ഞാൻ അതുകൂടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പ്രഹസനമുണ്ട് നമ്മുടെ വലതുപക്ഷ സർക്കാരിൻ്റെ, അതും കാണിച്ചു തരാം. നേരെ നമുക്ക് സ്മൃതിയുടെ വേറെ മെഴുകലിലേക്ക് പോകാം. എന്തെല്ലാം പുതിയ പദ്ധതി വരുന്നു, ഒറ്റ വാചകം മതി, ജനങ്ങൾക്കറിയാം. പൂവിൽ നിന്ന് വണ്ട് തേൻ നുകരുന്നത് പോലെ നയാ പൈസ കടമെടുക്കാതെ കേരളത്തിന്റെ വികസനം അങ്ങ് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞയാൾ 18,400 കോടി രൂപ മിനിങ്ങാന്ന് വരെ കടമെടുത്തു. ഇത് 85 ദിവസത്തിനുള്ളിൽ 18,400 കടമെടുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 2,000 കോടിയുടെ കടപ്പത്രം മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിതരണം ചെയ്തു. ഇപ്പൊ ഒരു 3,000 രൂപ, അതായത് 25,000 കോടി രൂപയിലേക്ക് വെറും 90 ദിവസം കൊണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് പോകുമ്പോ നിങ്ങൾ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ, ഏത് പദ്ധതികൾ? ആ ടാറ്റയുടെ 10,000 കോടി വന്നോ? ആ ടാറ്റയുടെ 10,000 കോടി എവിടെ പോയി? ഈ പറഞ്ഞ പല പദ്ധതികളും ഹെലികോപ്റ്ററിൽ പോയി കറങ്ങി എന്നല്ലാതെ ഒരു പദ്ധതിയും സാക്ഷാത്കരിക്കാൻ പാകത്തിന് ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല. എല്ലാം സാങ്കല്പികമാണ്. അതുകൊണ്ട് വിഴിഞ്ഞം നിങ്ങളുടെ കുഞ്ഞല്ല, നിങ്ങൾ കല്ലിട്ട് പോയേ ഉള്ളൂ. ആ കല്ലിട്ട് പോയ പദ്ധതിയെ ഇന്ന് കാണുന്ന സ്വപ്ന പദ്ധതിയാക്കി മാറ്റിയത് LDF ആണ്. ഏതെങ്കിലും തരത്തിൽ വിറ്റ് കാശാക്കി വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കല്യാണത്തിന് പോകാനല്ല, കല്യാണത്തിന് പോകാനല്ല. ചോദിക്കട്ടെ, എനിക്കറിയില്ല, താങ്കൾക്കറിയാം, എനിക്കറിയില്ല. ഏതാ ഇൻവെസ്റ്റർ? കണ്ടില്ലേ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്മൃതിക്ക് നല്ല രീതിയിൽ കൊള്ളും. കാരണം പറയാനായിട്ട് സ്മൃതിയുടെ കയ്യിൽ ഉത്തരങ്ങളില്ല. കൊങ്ങികൾ അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന സാധനങ്ങൾ സ്മൃതിയുടെ ലാപ്ടോപ്പിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതെടുത്ത് വെച്ചുകൊണ്ട് വലിയ ചർച്ചയാക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ സ്മൃതി ചെയ്യുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് സ്മൃതിക്ക് ചെയ്യാനും അറിയില്ല, ഇനി ചെയ്യാനും പോണുമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലപ്പുഴയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു KSRTCയുടെ ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു, കണ്ടുപിടിക്കാം. കണ്ടില്ലേ,
ബസ്സിനുള്ളിൽ ചായയും സ്വീറ്റ്സും ഒക്കെ കൊടുക്കുന്ന ഒരു ജീവനക്കാരൻ. KSRTCയുടെ AC ഫ്ലോർ ബസ്സാണ്, അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് ബസ്സാണ്. AC നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല. എല്ലാ ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ബസ്. ഇത് ആലപ്പുഴയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് ചെയ്യുന്നൊരു ബസ്സാണ്. ആ ബസ്സിൽ നമ്മുടെ കണ്ടക്ടറും കാര്യങ്ങളും ഒക്കെ ഇതാണ് കണ്ടില്ല. നമ്മളൊരു ഫ്ലൈറ്റിൽ എങ്ങനെയാണോ ആ പോകുന്ന രീതിയിലാണ് ഈ ഒരു ബസ്സിൽ നമുക്ക് പോകാൻ സാധിക്കുക. കേരളത്തിലെ ഗതാഗത മേഖലയിൽ വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ബസ് സർവീസ് തന്നെയാണ് ഇതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുങ്ങികളെ പറ്റി പറയാനാണ് കേട്ടോ. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും പിണറായി വിജയനും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഒരു കാലത്തിരിക്കുന്ന ഗതാഗത മന്ത്രിയായിട്ടുള്ള അന്നത്തെ KB ഗണേഷ് കുമാറും ഒക്കെ അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അവരുടെയൊക്കെ ഒരു വീക്ഷണത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രത്യേക മൈൻഡ് സെറ്റിൻ്റെയും ഒക്കെ കാരണമായിട്ടുണ്ടായ ഒരു ബസ് സർവീസാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ക്ലാസ് സർവീസ് ബസ്സാണ്. അപ്പോൾ ആ ഒരു ബസ് ഇത്രയും രീതിയിൽ, ഇങ്ങനത്തെ രീതിയിൽ ഇത്രയും പുതിയ എല്ലാ ആധുനിക ഉപകരണങ്ങളോട് കൂടി, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ നിർമ്മിച്ച് വെച്ച് പിന്നീട് അത് റോഡിൽ കൂടി സർവീസ് ചെയ്യുന്നൊരു കാഴ്ച നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ ഈ കൊങ്ങികൾ പറയുന്നത് ഇത് ശരിക്കും എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ ബസ് സർവീസ് നടത്താനായിട്ട് നിന്നില്ല, അല്ലെ എന്തുകൊണ്ട് അന്ന് ഈ ബസ് സർവീസ് നടത്തിയില്ല, ഇത് ഇടതുപക്ഷം മാറി വലതുപക്ഷം വന്നപ്പോൾ അവരല്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകല. നമുക്കറിയാം, ഇങ്ങനെ ഒരു ബസ് നിരത്തിലിറക്കണമെങ്കിൽ അതിൻ്റെ പെർമിറ്റ്, അതിൻ്റെ ആ ബസ്സിനുള്ളിൽ നടത്തേണ്ട മാറ്റങ്ങൾ, രൂപമാറ്റങ്ങൾ, മോഡിഫിക്കേഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അതിൻ്റെ പെർമിറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ബസ് സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് നിശ്ചയിക്കുന്നതുമൊക്കെ ഈ രണ്ടാം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ഭാഗമായപ്പോഴത്തേക്കുമായിരുന്നു. അവസാനം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ടൊന്നല്ല, ഈ ഒരു വർഷത്തെ കാര്യം പറയുന്നത്, ഈ ഒരു 5 വർഷത്തെ. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ വരുന്നു, ഈ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ വന്നതിന് ശേഷം വലതുപക്ഷം അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രോഗ്രസ്സുകളും എൻഡാവുന്നു. ഈ ബസ്സിൻ്റെ പണികൾ നടക്കുന്നില്ല, ബസ് സർവീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ബസ് യാർഡിൽ പൊടിയടിച്ചും വെയിലടിച്ചും മഴയടിച്ചും തണുപ്പടിച്ചും ഒക്കെ അവിടെ കിടന്ന് നശിച്ചു പോകുന്നൊരു കാഴ്ച കണ്ടു. ഇതൊക്കെ മാധ്യമങ്ങളും നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നാലെ ഈ ബസ് റോഡിലിറക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. ആ ബസ് റോഡിലിറക്കുന്നു. ആ റോഡിലിറക്കിയതിന് ശേഷം ഈ വിഴിഞ്ഞത്തെ അതേ പദ്ധതി പോലെ തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ക്രെഡിറ്റാണ്, ഞങ്ങളുടെ കഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അടിമകളുടെ ഒരു പ്രവാഹം. എടാ, നിനക്കൊക്കെ എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ വർത്തമാനമായിട്ട് വരില്ല. ആ പിണറായി വിജയനും KB ഗണേഷ് കുമാറും ഇല്ലെങ്കിൽ ഇന്ന് ഈ ബസ്സില്ല. അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും പിണറായി വിജയനും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളും ഇല്ലെങ്കിൽ ഇന്ന് ഈ തുറമുഖ പദ്ധതിയുമില്ല. നിനക്കൊക്കെ പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ടും നിനക്കൊക്കെ ആളാകാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. തകരാൻ ഒരു സിസ്റ്റം പോലും ഇല്ലാതിരുന്ന കേരളത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് ആ മനുഷ്യനാണ്. അതുകൊണ്ട് കുറ്റം പറയുന്നതിന് മുൻപ് നിനക്കൊക്കെ കുളമാക്കാനെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ച മനുഷ്യനെ നല്ല രീതിയിലൊന്ന് ഓർത്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. വെറുതെ ഇങ്ങനെ ന്യായീകരിക്കാൻ വരാതിരിക്കണം ന്യായീകരണ തൊഴിലാളികളെ, നാണമില്ലാത്തവന്മാരെ, കഷ്ടം.